സംസ്ഥാനത്തെ എൻട്രൻസ് പരീക്ഷാ ഫലം വൈകും. അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള സമയം ജൂലൈ 3 വരെ നീട്ടി 2 ദിവസത്തിൽ ഫലം പ്രഖ്യാപിക്കുമെന്നായിരുന്നു 24-ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. +2 മാർക്ക് ഏകീകരണത്തിനുള്ള മാനദണ്ഡം നിശ്ചയിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനം വൈകുന്നതാണ് കാരണം. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇതിപ്പോൾ വൈകുമെന്നല്ലാതെ എന്ന് കൃത്യമായി വരുമെന്നുള്ള കാര്യം പറയുന്നുണ്ടോ? അങ്ങനെ ഒരു കാരണം പറയുന്നില്ല. എന്തായാലും ഈ 24-ന് ടീമിന്റെ എൻട്രൻസ് ഫലം പ്രസിദ്ധീകരിക്കും എന്നുള്ളതായിരുന്നു മന്ത്രി ആർ ബിന്ദു തന്നെ അറിയിച്ചത്. പക്ഷേ അത് വീണ്ടും വൈകുകയാണ്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കാതായതോടെ തിങ്കളാഴ്ചയെങ്കിലും പ്രസിദ്ധീകരിക്കും എന്നുള്ള ഒരു ആശ്വാസത്തിലായ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കാൻ സമയം നീട്ടി നൽകിയിരിക്കുകയാണ്. ജൂലൈ 3 വരെയാണ് ന്യൂനതകൾ പരിഹരിക്കാനുള്ള സമയം. ഒപ്പം തന്നെ +2 മാർക്ക് അതിലെ വ്യത്യാസങ്ങൾ കൂട്ടിച്ചേർക്കാനും നിലവിൽ അനുമതി നൽകിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ ഒരു പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇത് പ്രധാന കാരണം ഈ പല ബോർഡുകളിലെ +2 റിസൾട്ടുമായി ബന്ധപ്പെട്ട അവരുടെ മാർക്ക് ഏകീകരണം അതാണ് നിലവിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കാനുള്ളത്. ആ ഫയലാണ് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഇപ്പോഴും തുടരുന്നത്. ഇക്കാര്യം കൊണ്ടാണ് നിലവിൽ എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർക്ക് ഫലം പ്രസിദ്ധീകരിക്കാൻ കഴിയാതിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും എപ്പോൾ ഈ ഫലം പ്രസിദ്ധീകരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് എഞ്ചിനീയറിംഗ് ഒപ്പം തന്നെ ഫാർമസി എൻട്രൻസ് എക്സാം എഴുതിയത്. ഇവരുടെ ഭാവി തന്നെ ആശങ്കയാകുന്ന നിലയിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഫലപ്രസിദ്ധീകരണം നീണ്ടുപോകുന്നത്. ശരി, വിജയൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.